ഇന്ത്യയിലെ 74% ആളുകൾക്ക് ശരിയായ ഭക്ഷണം, തങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഭക്ഷണം കിട്ടുന്നില്ല പോലും. ഇന്നത്തെ പത്രവാർത്തയാണ്. കാറിൽ സഞ്ചരിക്കാത്തവരും റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാത്തവരും 2 ജോഡി വസ്ത്രമില്ലാത്തവരുമൊക്കെ നമ്മുടെ ജനസംഖ്യയുടെ 3/4% വരും. മിഴിപൂട്ടി ധ്യാനിച്ചില്ലെങ്കിൽ ഈ സത്യം എന്നെ തൊടാതെ കടന്നു പോകും. ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നിട്ട് നന്ദി പറയാറുണ്ടോ? ഈ ദിവസങ്ങളിലെ വചനത്തിലൊക്കെ ആളുകൾ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയും സഖറിയായും ഒക്കെ. വചനപുസ്തകത്തിൽ എത്രയോ ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഓർക്കണേ, അത് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് മാത്രമല്ല, ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഉറപ്പിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. രക്ഷ കിട്ടിയിട്ടില്ല, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷ കിട്ടുമെന്ന വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു നോക്കണം. അത് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന ഒരു പഴഞ്ചൻ രീതി ഒന്നുമല്ല. നന്ദി പറയുമ്പോൾ ഈ ഭൂമിയിൽ കാലുറപ്പിച്ചു വച്ച് സ്വർഗത്തെ നോക്കി നടക്കാൻ നമ്മൾ പഠിക്കും. എല്ലാം ദാനമല്ലായിരുന്നു. നന്ദി പറയണം. ഇന്നത്തെ ദിവസം പലതവണ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത് നന്ദി പറയണം. ഇന്നുവരെയുള്ള ജീവിതയാത്രയ്ക്കിടയിൽ ഞാൻ നന്ദി പറയാൻ കടപ്പെട്ടിരുന്ന ചിലരോടൊക്കെ പറയാതെ പോയിട്ടില്ലേ? ആരുടെയെങ്കിലും മുഖമോർമ്മ വന്നാൽ അവരെ ഇന്ന് വിളിക്കണം, വിശേഷം തിരക്കണം. നന്നായിട്ട് എളിമപ്പെടാൻ സാധിച്ചാൽ നന്ദിയും പറയണം. കാരണമുണ്ട്. അവരൊക്കെ ദൈവം എന്നെ സന്ദർശിച്ച നിമിത്തങ്ങളായിരുന്നു. ദൈവം എന്നെ സന്ദർശിച്ച് രക്ഷിക്കുമ്പോൾ നന്ദിയല്ലാതെ മറ്റെന്താണ് പറയാൻ പറ്റുക?